എൻ്റെ പുരോഗതി റിപ്പോർട്ടിൽ 68 പേജിൽ ഹൈമാസ് ലൈറ്റ് ഇല്ല. ഞങ്ങളത് MP ലാഡിൻ്റെ ചിലവാക്കലിന് മാത്രം ഒരു അറ്റാച്ച്മെൻറ്റാണ് നിങ്ങൾ ഹൈമാസ് ലൈറ്റ് കാണാൻ സാധിക്കും. അതിൻ്റെ എന്താ കാരണം? ഒരു MP-ക്ക് ഒരു വർഷത്തിൽ 5 കോടി കിട്ടും. ആ 5 കോടിയിൽ 25% SC ST പ്രോജക്ട്സിന് വേണ്ടി മാത്രമേ ചിലവാക്കാൻ പാടുള്ളൂ. അതിൻ്റെ അർത്ഥം 3.5 കോടിയാണ് നമുക്ക് 7 നിയോജക മണ്ഡലത്തിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒരു നിയോജക മണ്ഡലത്തിൽ 50 ലക്ഷമേ നമ്മൾക്ക് ചിലവാക്കാനുള്ളൂ. നേരെ മറിച്ച് എനിക്ക് കിട്ടുന്ന നിവേദനങ്ങൾക്ക് 10-20 കോടിയുടെയാണ്. 3.5 കോടിയുണ്ട്, 50 ലക്ഷം ഒരു നിയോജക മണ്ഡലത്തിൽ. നിങ്ങൾ പറയൂ എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ എൻ്റെ ഒരു തീരുമാനമായിരുന്നു, നമ്മൾ എത്രത്തോളം സ്ഥലത്തിൽ ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ സാധിക്കുമോ അതായിരിക്കും ബുദ്ധി. അങ്ങനെ ഞാൻ ഭൂരിപക്ഷം MP ലാഡ് ഫണ്ടിൻ്റെ ചെലവിന് ചെറിയ പ്രോജക്ട്സിന് 5, 6, 7 ലക്ഷത്തിൻ്റെ കാര്യങ്ങൾ, ഒരു വെയിറ്റിംഗ് ഷെഡ് ഇവിടെ, ഒരു അംഗൻവാടി അവിടെ, ഒരു ഹൈമാസ് ലൈറ്റ് ഇവിടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ആക്കാൻ സാധിച്ചത്. നമ്മളുടെ തീരദേശത്തിൽ വലിയ ബുദ്ധിമുട്ട് വന്നപ്പോൾ, കരുതാക്കുന്ന കാര്യം വന്നപ്പോൾ, ഞാൻ അതുവരെ ചിലവാക്കാത്ത 1.5 കോടി സംസ്ഥാന സർക്കാർ ചിലവാക്കാൻ ചെയ്യുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ 1.5 കോടി എൻ്റെ MP ഫണ്ടിൽ നിന്ന് ചിലവാക്കിയിട്ടാണ് പുളിമുട്ട് കെട്ടിയത്. പൊയ്യൂരിൽ പുളിമുട്ട് കെട്ടിയത് ഞാനാണ്. അവിടെ മാത്രമേ സംരക്ഷിച്ചത് ഭൂമി. അതുപോലെ തന്നെ കൊച്ചുത്തോപ്പിൽ ഞാൻ 50 ലക്ഷം ചിലവാക്കി, 1.5 കോടി ചിലവാക്കി ഞാൻ. പക്ഷേ നമ്മൾ MLA-മാർക്ക് ഒരു വർഷത്തിൽ 6 കോടിയാണ്. ഒരു MLA ഒരു നിയോജക മണ്ഡലത്തിൽ 6 കോടിയുടെ അധികം ചിലവാക്കാൻ. എൻ്റെ MP ഫണ്ട് പിന്നെ 3.5 കോടി ഉള്ളത് മാത്രമല്ല, 2 വർഷം BJP അതിനെ കട്ട് ചെയ്തു. കോവിഡ് ചെലവ് ഞങ്ങൾ ചെയ്തത് കോവിഡ് ചെലവിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, കട്ട് ചെയ്തു. അപ്പോൾ 2 വർഷം എനിക്ക് MP ഫണ്ട് ചെയ്യേണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉള്ള ബാക്കിയുള്ള കാശ് ഞാൻ ഇഷ്ടം പോലെ ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് ചിലവാക്കി. ഇതുവരെ ഇവിടുത്തെ MLA-യോ ഞാൻ ആരെയും ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും കൂടി ഇവിടെയും ഒരു തീരദേശമുണ്ടല്ലോ, ഇവിടുത്തെ MLA ഒരു പൈസ ചിലവാക്കിയിട്ടുണ്ട് പുളിമുട്ട് കെട്ടാൻ വേണ്ടി? അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വാധീനം ഉപയോഗിച്ചിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പൈസ ഇറക്കിയിട്ടുണ്ടോ പുളിമുട്ട് കെട്ടാൻ? ഞാനൊരു കേന്ദ്രമന്ത്രിയായിട്ട് സംസ്ഥാനത്തിൻ്റെ ജോലിയാണ് ചെയ്തത്. 1.5 കോടി രൂപ ചിലവാക്കി. അതും നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഞാൻ എൻ്റെ പണം എങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് ചിന്തിച്ചിട്ടാണ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി. ഞങ്ങൾ വെറുതെ സോപ്പിടാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. എളുപ്പത്തിൽ നമ്മൾക്ക് മിണ്ടാണ്ട് ചില വലിയ കാര്യങ്ങൾ ചെയ്ത് പൂർണ്ണമായി ചിലവാക്കുക. പക്ഷേ അതിന് അർത്ഥമില്ല. കാരണം ജനങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാവരുടെയും ഇരിക്കുന്നുണ്ട്. പലവരും ഹൈമാസ് ലൈറ്റ് ആവശ്യപ്പെട്ട കാരണമാണ് നമ്മൾ ഹൈമാസ് ലൈറ്റ് കൊടുക്കുന്നത്. ഞങ്ങൾ വെറുതെ പോയിട്ട് മുക്ക് തപ്പി എവിടെ ഹൈമാസ് ലൈറ്റ് ഇട്ടോടെ ചോദിക്കുകയല്ല. ഇതെല്ലാം ജനങ്ങൾ ആവശ്യപ്പെട്ട് ഇരുട്ടിൽ നടക്കുന്ന ഒരു മഹിളയോട് ചോദിച്ചോളൂ, ഈ പ്രകാശത്തിന് വല്ല ഗുണം ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ പാത ക്രോസ് ചെയ്യുന്ന ഒരു കുഞ്ഞിനോട് ചോദിച്ചോളൂ, ഡ്രൈവർ എന്നെ കണ്ടില്ലല്ലോ, എന്നെ ഇടിച്ചു എന്ന് അങ്ങനെ പറയും. ഈ വെളിച്ചം അത്യാവശ്യമാണ്, ഇതിനെ വലിയൊരു മോശത്തരമായി കാണുന്നില്ല. പക്ഷേ ജനങ്ങളുടെ ആവശ്യങ്ങൾ വന്നിട്ട് ചിലവർ വലിയ ആഗ്രഹങ്ങൾ കൊണ്ട് വരുന്നുണ്ട്. 35, 40, 50 ലക്ഷത്തിൻ്റെ പ്രോജക്ട്സ്. അത് കൊടുക്കാൻ സാധിക്കില്ല. ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും കൊടുക്കാനുള്ള പണമില്ല ഒരു വർഷം. നമ്മളൊരു സ്കൂൾ ബസ് മേടിച്ച് കൊടുത്താൽ കൂടി അത് ശരിക്കും ഒരു ചെയ്യുന്നുണ്ട്. സ്കൂൾ ബസ്സും ആംബുലൻസും മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫുൾ ലിസ്റ്റ് കാണാം. നിങ്ങൾ MP ഫണ്ടിൻ്റെ നമ്മളുടെ പുരോഗതി റിപ്പോർട്ടിനൊപ്പം ഒരു അറ്റാച്ച്മെൻ്റ് ആയിട്ട് MP ഫണ്ടിൻ്റെ റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട്. ഇതെല്ലാം മാധ്യമക്കാർക്ക് ഞാൻ പ്രസ് കോൺഫറൻസ് ചെയ്തതാണ് 15-ാം തീയതി രാവിലെ ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബിൽ. ഇനിയും കോപ്പികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിക്കാം. ഇന്ന് നമ്മുടെ പാർട്ടി പ്രവർത്തകർ പറഞ്ഞാൽ മതി. അവർക്ക് തന്നെ എല്ലാ കോപ്പികളും ഇപ്പോൾ വിതരണം ചെയ്യണമുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അതിനൊപ്പം തരാം. പ്രശ്നം ഇത് മാത്രമാണ്. ഈ MP ഫണ്ട് വഴിക്ക് നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു ഭാഗമാണ് നമ്മൾ ജോലി. നോക്കൂ, എത്ര കോടി ചിലവാക്കിയിട്ടാണ് നാഷണൽ ഹൈവേ ബൈപ്പാസ് വന്നത്. അത് 40 വർഷമായി കല്ലിട്ട ശേഷം ഒന്നും നൽകാത്തൊരു പദ്ധതിയായിരുന്നില്ല ഞാൻ വരുമ്പോൾ. വേറൊരു രസമാണ് BJP സ്ഥാനാർത്ഥി പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ കാലത്ത് കെട്ടി പറഞ്ഞാൽ അദ്ദേഹമല്ല ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചന്ദ്രയാനും ക്രെഡിറ്റ് എടുത്തൂടെ? ചന്ദ്രയാൻ തിരുവനന്തപുരത്തല്ലേ ലോഞ്ച് ചെയ്തത്? എന്താ പറയുന്നത്? ഹൈടെക് മന്ത്രിയായിട്ടും കൂടി ചന്ദ്രയാൻ തിരുവനന്തപുരത്തല്ല ലോഞ്ച് ചെയ്തത്, ആന്ധ്രാപ്രദേശിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ലോഞ്ച് ചെയ്തത്. പക്ഷേ ഇത് എല്ലാവരുടെയും പറഞ്ഞു നടക്കണം അദ്ദേഹം. അപ്പോൾ ഒന്ന് വലിയൊരു നിങ്ങൾ മാധ്യമക്കാർ ചൂണ്ടിക്കാണിക്കോ, സാറേ അത് ആന്ധ്രാപ്രദേശിൻ്റെ ഒരു MP വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ഞങ്ങൾ തിരുവനന്തപുരം MP ഇതൊരു പറയാത്തൊരു കാരണമുണ്ടെന്ന് പറഞ്ഞു. അറിവില്ലാത്തവരാണ് കൂടുതൽ സംസാരിക്കുന്നത് ഈ രാഷ്ട്രീയ മേഖലയിൽ. നമുക്ക് ഒരു തെളിവും കൂടിയായി ഇദ്ദേഹം പറഞ്ഞു.
അല്ല, വ്യക്തിപരമായിട്ടെങ്കിൽ രണ്ട് സ്ഥാനാർത്ഥി എതിരൊന്നുമില്ല. അവർ പ്രചരണമൊക്കെ ഞാൻ ശ്രീ പന്ന്യൻ രവീന്ദ്രനെ 15 വർഷമായി അറിയുന്ന ഒരു ബന്ധമാണ്. അദ്ദേഹം സിറ്റിംഗ് എം പി ആയിരുന്നു ഞാൻ ആദ്യം മത്സരിക്കാൻ വരുമ്പോൾ. അദ്ദേഹം മാറി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് നിരവധി വേദിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രസ് ക്ലബിൻ്റെ പിന്നെ ഫങ്ഷൻസ് മുതൽ ക്രിക്കറ്റ് സ്റ്റേഡിയമിൽ അദ്ദേഹം എന്നെപ്പോലെ ക്രിക്കറ്റ് ആരാധകനാണ്, അവിടെ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്തുന്ന ചില നുണപ്രചരണങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തോട് തെറ്റിദ്ധരിപ്പിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ട്. CIA കോൺഗ്രസ് MP ഒന്നും പറഞ്ഞില്ല. അപ്പം ഇത് അടിസ്ഥാനമില്ലാത്തൊരു ആരോപണം മാത്രമല്ല, അവർ സ്റ്റാഫിന് ഇതൊക്കെ ഒരു 2 മിനിറ്റ് ചിലവാക്കി ഗൂഗിൾ ചെയ്യാൻ ആൾ ചെയ്യുന്നതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ചില രാഷ്ട്രീയക്കാരുടെ മനസ്സിൽ ജനങ്ങൾക്ക് ബുദ്ധിയില്ല, ജനങ്ങൾക്ക് അറിവില്ല, നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു പ്രചരണത്തിലാണ് 2 സ്ഥാനാർത്ഥികളുടെ പ്രചരണക്കാർ ഇറങ്ങിയിരിക്കുന്നത്. അത് എൻ്റെ അഭിപ്രായത്തിൽ മോശമാണ്. നമ്മളുടെ ജനങ്ങളുടെ ബുദ്ധിയിലും നമ്മൾക്കൊരു ഒരു ബഹുമാനം ഉണ്ടാവണം. അതിൻ്റെ ഒപ്പം നമ്മൾ ഇവരിങ്ങനെ അപമാനിക്കാൻ പാടില്ല. ഇത്ര പച്ച നുണ പറഞ്ഞ് നടക്കണേ.